ഞാനിപ്പോൾ ഉള്ളത് ഷിലോങ്ങിലെ ടാക്സി സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്ന് ഡൗക്കിക്ക് പോകാൻ നിൽക്കുകയാണ്. ഏകദേശം 80-85 കിലോമീറ്റർ ഉണ്ട്. ഷെയറിങ് ഈ സുമോ എന്ന് പറഞ്ഞ വണ്ടിയിൽ ചാർജ് ചെയ്യുന്ന 250 രൂപയാണ്. അതേപോലെ തന്നെ ഷെയറിങ് ടാക്സി പോലെ ചെറിയ എന്താ പറയുക ചെറിയ കാർസ് ഉണ്ട്, അതിനൊരു 100 രൂപയൊക്കെ കൂടുതൽ വരും. ആദ്യം തന്നെ പറയട്ടെ, ഈ റോഡ് ഒരു പകുതിയിലും കൂടുതലായിട്ട് വളരെ മോശമായിട്ടുള്ള റോഡാണ്. അതായത് ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല ഇപ്പോൾ അവിടെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും കുറച്ച് ബ്ലോക്ക് കാര്യങ്ങളുണ്ട്. അതിനുശേഷം റോഡൊക്കെ സ്മൂത്ത് ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നോങ്ക്രിയാറ്റ് വില്ലേജിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ സൊഹറ വരെ വന്നു. സൊഹറ വരെ വരാൻ 40 മിനിറ്റാണ്. അവിടെ നിന്ന് വീണ്ടും ഷിലോങ് വന്നു. ഏകദേശം 2 മണിക്കൂറോളം എടുത്തു. അതിന് ശേഷമാണ് ഞാൻ ഡൗക്കിക്ക് വരുന്നത്. അതൊരു 4 മണിക്കൂറോളം എടുത്തു. കാരണം ഡയറക്റ്റായിട്ട് നമുക്ക് ചിറാപ്പുഞ്ചിയിൽ നിന്ന് ഡൗക്കിക്ക് ഷെയറിംഗ് ടാക്സി ഒന്നും അവൈലബിൾ അല്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകേണ്ടതായിട്ട് വരും. കുറേ സാഹസ്യമായ യാത്രയ്ക്ക് ശേഷം ഡൗക്കി ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ബംഗ്ലാദേശിൻ്റെ ബോർഡറായിട്ടുള്ള ഒരു ടൗണാണ്. ഈ ഒരു ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ വരുന്നത്. ഞാൻ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ കുറച്ച് മോശമായിരുന്നു, കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് ട്രക്കുകളൊക്കെ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നത് കാണാം, അവിടുത്തെ ബോർഡർ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിത് ആ ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബോർഡറിൻ്റെ ഒരു സെൻട്രൽ പോർഷൻ വരെ നമ്മൾക്ക് പോകാവുന്നതാണ്. ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അലൗഡാണ്. തമാബിൽ നിന്നാണ് കേട്ടോ ബംഗ്ലാദേശിൻ്റെ ബോർഡറിൻ്റെ ഏരിയയുടെ പേര് വരുന്നത്. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഡൗക്കി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് ഡൗക്കി റിവർ ഉള്ളത്. അവിടുത്തെ ബോട്ടിങ് ഭയങ്കര ഫേമസ് ആണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ റിവറിൻ്റെ താഴെയുള്ള വാട്ടറിൽ എന്താ പറയുക നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വാട്ടർ കുറച്ച് കലങ്ങിയിട്ടുണ്ട്. നിങ്ങളിവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു സെൻറ്ററിലൊരു ഡിവൈഡർ വെച്ചിട്ടുണ്ടല്ലോ, ഒരു കുറച്ച് കളേഴ്സൊക്കെ ആയിട്ട്. അവിടെ ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ്. അവിടെ ബംഗ്ലാദേശിൻ്റെ കൊടിയൊക്കെ നിങ്ങൾക്ക് കാണാം. BSF സൈനികരൊക്കെ ഈ ഏരിയയിലുണ്ട്. അതൊരു പുഴ ആയതുകൊണ്ട് തന്നെ വെള്ളപ്പ് വറ്റിയതാണ്. അതുകൊണ്ടാണ് അവിടെ വലിയ ഫെൻസിങ് ഒന്നും വയ്ക്കാത്തത്. വലിയ ഫെൻസിങ് കുറച്ച് പുഴ കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലുണ്ട്. 800 രൂപയാണ് ഒരു വഞ്ചിക്ക് ഒരു ചാർജ് ചെയ്യുന്നത്. മാക്സിമം 3 ആൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും 800 രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. ഏകദേശം 40 മിനിറ്റോളം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വരാം. നമുക്കൊരു 15 മിനിറ്റ് 20 മിനിറ്റ് പോയതിന് ശേഷം അവിടെ ഒരു 5 മിനിറ്റൊക്കെ നമ്മളെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും. നമുക്ക് ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. അതിനുശേഷം തിരിച്ച് നമ്മളെ അതേ സ്ഥലത്തേക്ക് തന്നെ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ആളൊക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 800 രൂപ നമുക്ക് ഷെയർ ചെയ്ത് അവിടെ ആരെയും കിട്ടുവാണെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിളിക്കേണ്ടതായിട്ട് വരും. ഞങ്ങളെ കൂടെ എനിക്ക് ഷെയർ ചെയ്യാൻ 2 ആളെ കിട്ടി. അവരുടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അവർക്കൊക്കെ അത് എടുത്ത് അയച്ചു കൊടുക്കുകയോ ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തത് ക്ലീനസ്റ്റ് വില്ലേജ് എന്നും പേര് കേട്ടൊരു സ്ഥലത്തേക്കാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഭാഗം ബംഗ്ലാദേശിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ പുഴ കഴിഞ്ഞിട്ടുള്ള അപ്പുറത്തെ സൈഡ്. यहाँ से मोलनोंग से जा सकते हैं. यहाँ में शिलोंग में शिलोंग ओके. यहाँ में मोलनोंग है. ये डायरेक्ट क्लीन विलेज का पहुंचेगा. ओके सर. फिर वहाँ से क्या प्लान हमारा बताओ. वहाँ से क्या प्लान है? यहाँ से क्लीन विलेज है, अच्छा विलेज है. यहाँ में दिखेगा. ओके. बाद में आराम से उधर में स्पेंड टाइम करेगा. जी नहीं इसके बाद उधर में फिनिश करेगा. डायरेक्ट जाएगा वाखेंगा. उधर में ബോംബെ ട്രക്കിംഗ്. യെസ് ഓക്കെ. അപ്പം നമ്മളെ സാരഥിയാണ് ആള്. വീഡിയോ ഓണാക്കൂ, എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്.
ഇവിടെ പോകുന്ന വഴിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കവുങ്ങുകൾ കാണാം കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് എല്ലാവരും പാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് വീണ്ടും ബംഗ്ലാദേശിൻ്റെ ബോർഡർ. ഇത് നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാം. BSFൻ്റെ ജവാന്മാരൊക്കെ അവിടെ ഇരുന്നിട്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അവർ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ മൗലിന്നോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് പോകുന്നത്. അതായത് ക്ലീനസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് അവാർഡ് കിട്ടിയൊരു വില്ലേജാണ്. അതായത് ഇവിടുത്തെ വില്ലേജിൽ എല്ലാവരും അവരുടെ എന്താ പറയുക മുറ്റവും കാര്യങ്ങളൊക്കെ അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളൊരു അവാർഡാണ്. അതുകൊണ്ട് ഇത് ഫേമസ് ആയി. ഇപ്പോൾ ഇവിടെ ഒരു എൻട്രൻസ് ചാർജ് ഉണ്ട്, 100 രൂപയാണ് വരുന്നത്. ഡൗക്കി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ താഴെയാണ് ഇവിടെ എത്താനായിട്ട് വേണ്ടത് കേട്ടോ. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേസ് ഒക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. Hi. What is this? How much? 20. Hi, what's your name? Levisa. You're studying in which class? 3. And you? Your name answer, Melissa? Felisa. Oh, nice. Thank you. ഈ കുട്ടികൾ അവരുടെ വീടിൻ്റെ തന്നെ ബാക്കിലുണ്ടായിട്ടുള്ള ബ്ലൂബെറി വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. 20 രൂപയാണ് ഇതിന് അവർ ചാർജ് ചെയ്യുന്നത്. അതിലെ ബാക്കിലെ മരം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുള കൊണ്ടുള്ള ഇങ്ങനത്തെ ഏർമാടം പോലുള്ള പരിപാടികളൊക്കെ ഇവരുടെ ഒരു ഹൈലൈറ്റ് സാധനമാണ്. ഇത് നമുക്കിവിടെ ഫ്രീ ആണ്. ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ 30 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ ഉള്ളതിൽ പോവാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അടുത്തായിട്ട് പോകാൻ ഉദ്ദേശിച്ചത് ബാംബു ട്രക്കിംഗ് ആണ് കേട്ടോ. നല്ലൊരു അടിപൊളി സാധനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് പോകാൻ സാധിച്ചില്ല. ഭയങ്കര കൂടമഞ്ഞ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇറങ്ങുകയും സാഹചര്യമൊക്കെ മാറി. അതുകൊണ്ട് ഞാൻ ഷെയർ ടാക്സി വിളിച്ച് പൈനർസുല എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഷെയർ ടാക്സി പിടിച്ച് ഇവിടെ ഷിലോങ്ങിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ ബാംബു ട്രക്കിന് 2 മണിക്കൂറോളം സമയം വേണം. 100 രൂപയാണ് അവിടെ ചാർജ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഡൗക്കിയിൽ നിന്ന് ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇറങ്ങി വരാനായിട്ട് ഷെയർ ടാക്സി ഒക്കെ ഒന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല. അതുകൊണ്ട് ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഏകദേശം ഒരു 2700 രൂപയാണ് അവൻ പറഞ്ഞത്. നാട്ടിലോട്ട് നമുക്ക് തിരിച്ചു വരാനായിട്ട് വീണ്ടും ഡൗക്കിയിൽ നിന്ന് ഷിലോങ് വരുന്നു. ഷിലോങ്ങിൽ നിന്ന് വീണ്ടും ഗുവാഹത്തി വരണം. ഷിലോങ്ങിൽ നിന്ന് എയർപോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് കണക്ഷനൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഗുവാഹത്തിയിൽ നിന്നാണെങ്കിൽ ഒരുപാട് ഫ്ലൈറ്റ്സ് ഓപ്ഷനൊക്കെ ഉണ്ട്, ട്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ട്രെയിനിലാണ് വീണ്ടും നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഗുവാഹത്തിയിലേക്ക് എത്താനായിട്ട് ഷിലോങ്ങിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ട്. ഷെയർ ടാക്സിയിലൊക്കെ വരികയാണെങ്കിൽ ഒരു 400 രൂപ 500 രൂപ ഏകദേശം ഒരാളിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അതേപോലെ സ്വന്തം വണ്ടിയിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷിലോങ് ടു ഡൗക്കി പോകുന്ന വഴിയിലൊക്കെ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജുവായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം വഴിക്ക് അപ്പോൾ നമ്മൾ സ്വന്തം നാടായ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മളെ പോയ ഡ്രൈവേഴ്സ് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതാണ്. ആരെങ്കിലും പോകാനായിട്ട് അതൊരു ഹെൽപ്ഫുൾ ആണെങ്കിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്.